ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് നേടി അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 4 എണ്ണത്തിന് വരെ വിജയസാധ്യതയുണ്ടെന്ന കണക്കാണ് BJP ഭാരവാഹി യോഗം ചർച്ച ചെയ്യുന്നത്. എന്നാൽ നേട്ടമുണ്ടാകുമെന്ന വിലയിരുത്തൽ അവലോകനം ചെയ്യുന്ന യോഗത്തിൽ ഗ്രൂപ്പ് ഭിന്നതയുടെയും പരാതിയുടെയും കല്ലുകടിയാണ്. സുപ്രധാന യോഗത്തിൽ PK കൃഷ്ണദാസ് അടക്കം കൃഷ്ണദാസ് പക്ഷത്തെ MT രമേശ്, AN രാധാകൃഷ്ണൻ എന്നീ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നില്ല. കൃഷ്ണദാസ് പക്ഷക്കാരായ സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടിയില്ലെന്ന പരാതി അവർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടുള്ള ബഹിഷ്കരണം. അതേസമയം ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തിൽ ഉൾപ്പെട്ട പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ശോഭാ സുരേന്ദ്രനും ശോഭയെ പരസ്യമായി വിമർശിച്ച മുരളീധര പക്ഷത്തെ P രഘുനാഥും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായ തനിക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ BJP നേതൃത്വം പ്രതിരോധിച്ചില്ലെന്ന പരാതിയുമായാണ് ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. P രഘുനാഥിനെതിരെ നടപടി വേണമെന്ന നിലപാടിലാണ് ശോഭാ സുരേന്ദ്രൻ. അതിനാൽ യോഗത്തിന്റെ തുടക്കത്തിൽ നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങിലേക്ക് നേതൃത്വം ശോഭയെ ക്ഷണിച്ചെങ്കിലും അവർ പോകാൻ വിസമ്മതിച്ചു. ദല്ലാൽ ബന്ധത്തിന്റെ പേരിൽ തനിക്കെതിരെ വാർത്തകൾ വരുന്നതിൽ പ്രകാശ് ജാവ്ദേക്കറും പരോക്ഷമായി യോഗത്തിൽ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞതും പറയാത്തതും വാർത്തയാകുന്നു. നമ്മുടെ ആൾക്കാരും അതിന്റെ ഭാഗമാണെന്നായിരുന്നു ജാവ്ദേക്കറുടെ പരാമർശം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.